നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവി വിലയിരുത്തുന്നതിനുള്ള CPIM സംസ്ഥാന നേതൃയോഗങ്ങൾക്ക് ഇന്ന് തുടക്കം. ഇന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗവും നാളെയും മറ്റന്നാളുമായി സംസ്ഥാന സമിതി യോഗവും നടക്കും. പ്രതിപക്ഷ നേതാവ് ആരാകുമെന്നതിൽ യോഗങ്ങളിൽ തീരുമാനമുണ്ടാകും. വിവരങ്ങളുമായി KJ ശ്രീജിത്ത് ചേരുന്നു. ശ്രീജിത്ത്, ഇന്ന് CPIMന്റെ സംസ്ഥാന നേതൃയോഗങ്ങൾ ആരംഭിക്കുകയാണ്. ഇതിൽ പ്രധാനമായും ഈ തെരഞ്ഞെടുപ്പിലേറ്റ കനത്ത തോൽവി ചർച്ചയാകും എന്നതാണ് പ്രതീക്ഷിക്കുന്നത്. അതുപോലെ തന്നെ ആരാകും പ്രതിപക്ഷ നേതാവ് എന്നതിനും ഒരു തീരുമാനമുണ്ടാകുമെന്നതാണ് പ്രതീക്ഷ. എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? തെരഞ്ഞെടുപ്പ് പരാജയത്തിന് പിന്നാലെ തന്നെ സെക്രട്ടേറിയറ്റ് യോഗങ്ങൾ ചേർന്നിരുന്നു. അന്ന് വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉയരുകയും എന്തുകൊണ്ട് തോറ്റു എന്നതിനെക്കുറിച്ച് കൃത്യമായ വിലയിരുത്തലും ഉണ്ടായി. അതിനുശേഷമായിരുന്നു ഇന്നലെ ഡൽഹിയിൽ പോളിറ്റ് ബ്യൂറോ യോഗം ചേരുകയും പ്രതിപക്ഷ നേതാവിൻ്റെ കാര്യത്തിൽ അവിടെ പ്രഖ്യാപനമുണ്ടാകാതെ കേരളത്തിലേക്ക് പ്രഖ്യാപനം മാറ്റുകയും ചെയ്തു. അതുകൊണ്ട് തന്നെയാണ് ഇന്നത്തെ നേതൃയോഗത്തിന് ഇത്രയും അധികം പ്രാധാന്യം വരുന്നത്. തെരഞ്ഞെടുപ്പിൻ്റെ പരാജയങ്ങൾ കൃത്യമായി വിലയിരുത്തുന്നതിനോടൊപ്പം തന്നെ ഈ വിമർശനങ്ങളും ഉയരും. ആ വിമർശനങ്ങൾ ഉയരുന്നതിനിടയിൽ തന്നെയാണ് പ്രതിപക്ഷ നേതാവിൻ്റെ കാര്യത്തിൽ ഇന്നല്ലെങ്കിൽ നാളെ തീരുമാനമുണ്ടാകും. മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കാതെ വലിയ രീതിയിൽ നീണ്ടുപോകുന്നത് പോലെ തന്നെ പ്രതിപക്ഷ നേതാവിനെയും പ്രഖ്യാപിക്കാതെ വലിയ ചർച്ചയിലേക്ക് പോവുകയാണ്. അതുകൊണ്ട് തന്നെ ഇന്നല്ലെങ്കിൽ നാളെ പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ. സ്വാഭാവികമായി തന്നെ പഴയ മുൻ മുഖ്യമന്ത്രി എന്ന നിലയിൽ പിണറായി വിജയൻ വരുമോ അതോ മറ്റൊരു യുവമുഖം വരുമോ എന്നതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. അതിനിടയിൽ തന്നെ ഇന്നലെ പിണറായി വിജയൻ വാടക വീട്ടിലേക്കെല്ലാം മാറുന്നത് നാം കണ്ടതാണ്. അത് ഒരു സന്ദേശമാണോ, അത് പിണറായി വിജയൻ തന്നെ പ്രതിപക്ഷ നേതാവായി വരില്ല എന്നതിനൊരു സന്ദേശമായി ആണോ എല്ലാവരും അങ്ങനെ ഒരു സംശയവും പലരും പ്രകടിപ്പിക്കുന്നുണ്ട്. എന്തായാലും ഇന്നാണ് നേതൃത്വ യോഗം ക്രമീകരിച്ചിരിക്കുന്നത്. വലിയ രീതിയിലുള്ള വിമർശനം തന്നെ പിണറായി വിജയനെതിരെയും അതോടൊപ്പം തന്നെ ഈ പാർട്ടിയിലെ പ്രത്യേകിച്ച് സംസ്ഥാന സെക്രട്ടറിക്കെതിരെയും എല്ലാം ഉയർന്നു വരാനുള്ള സാധ്യതയും ഉണ്ടാകുന്നുണ്ട്. കാരണം ഏകാധിപത്യ നിലപാടാണ് പാർട്ടിക്കുള്ളിൽ കുറച്ചു നാളുകളായി നേതാക്കൾ എടുക്കുന്നത് എന്ന വിമർശനം അന്ന് സെക്രട്ടേറിയറ്റ് യോഗത്തിലും ഉയർന്നിരുന്നു. പക്ഷേ ഇന്നലെ പോളിറ്റ് ബ്യൂറോ യോഗം ചേർന്നപ്പോൾ ദേശീയ സെക്രട്ടറിയുടെ നിലപാട് മറിച്ചായിരുന്നു. അദ്ദേഹം പറയുന്നത്, MA ബേബി പറയുന്നത്, ഇത് പിണറായി വിജയൻ്റെ മാത്രം ഉത്തരവാദിത്തമല്ല, ഇത് കൂട്ടായ ഒരു ഉത്തരവാദിത്തമാണ്. ഈ പരാജയത്തിൻ്റെ ഉത്തരവാദിത്തം കൂട്ടായി തന്നെ എല്ലാവരും എടുക്കണമെന്നാണ് അദ്ദേഹത്തിൻ്റെ വിമർശനമെല്ലാം ഉയരുന്നത്. എന്തായാലും കൃത്യമായി തന്നെ മണിക്കൂറുകളോളം നീണ്ട 13 മണിക്കൂറായിരുന്നു ആദ്യം ഈ പരാജയത്തിന് ശേഷമുണ്ടായ ഈ സെക്രട്ടേറിയറ്റ് യോഗം ചേർന്നതെങ്കിൽ ഇന്നും അത്തരത്തിൽ നീണ്ടു നിൽക്കുന്ന ഒരു വിലയിരുത്തൽ തന്നെ ഉണ്ടാകും. കാരണം പാർട്ടി ഗ്രാമങ്ങളിൽ ഉൾപ്പെടെ പാർട്ടിക്ക് ഈ വോട്ട് ചോർച്ച ഉണ്ടായത് പാർട്ടിയെ തന്നെ ഞെട്ടിപ്പിച്ചൊരു സംഭവമാണ്. അതുകൊണ്ട് തന്നെ എങ്ങനെ തോറ്റു, അതോടൊപ്പം തന്നെ വിമത നേതാക്കൾക്ക് എന്തുകൊണ്ട് ഈ പ്രശ്നത്തിലേക്ക് മത്സരിക്കാനെല്ലാം താല്പര്യം പ്രകടിപ്പിച്ചു, അവർ പാർട്ടിക്കെതിരെ എന്തുകൊണ്ട് രംഗത്തെത്തി, അങ്ങനെ ഒരു വിലയിരുത്തൽ തന്നെയാണ്, ഒരു കൃത്യമായൊരു വിലയിരുത്തൽ തന്നെ ഇന്നുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ശരി, എന്തായാലും നിയമസഭാ തെരഞ്ഞെടുപ്പിലെ തോൽവി വിലയിരുത്തുന്നതിനുള്ള CPIM സംസ്ഥാന നേതൃയോഗങ്ങൾക്ക് ഇന്ന് തുടക്കമാവുകയാണ്. ഇന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗവും നാളെയും മറ്റന്നാളുമായി സംസ്ഥാന സമിതി യോഗവും നടക്കും. പ്രതിപക്ഷ നേതാവ് ആരാകും എന്നതിൽ ഈ യോഗങ്ങളിൽ തീരുമാനമുണ്ടാകാനാണ് സാധ്യതയുള്ളത്. KJ ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്.